വിലസുന്നത് തടയാൻ ജയരാജൻ മതിയാകില്ല, തടയാൻ സഖാവിന്റെ സൈന്യം പോരാതെ വരുമെന്നും സദാനന്ദൻ പറയുന്നു. സദാനന്ദൻ MP ആയി വിലസാമെന്ന് കരുതിയാൽ അത് മനസ്സിൽ വച്ചാൽ മതിയെന്നായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ MV ജയരാജൻ പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ സദാനന്ദൻ നൽകിയിരിക്കുന്നതും. നിഖിലാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. നിഖിലെ, ഗുഡ് മോർണിംഗ്. ഈ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാമെന്ന് കരുതാമെന്ന് ആരും വിചാരിക്കേണ്ടതായിരുന്നു ജയരാജൻ പറഞ്ഞത്. പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കിയതൊക്കെയും പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ ഇതിനാണ് വിശദീകരണം വന്നിരിക്കുന്നതും മറുപടി വന്നിരിക്കുന്നതും. എങ്ങനെയാണ് സദാനന്ദന്റെ വിശദീകരണം? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും 1993 കൈക്കരുത്ത് കൊണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിലെ പോരാട്ടമെങ്കിൽ ഇപ്പോൾ വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടത്തിലേക്കാണ് CPIM-ഉം RSS-ഉം കടക്കുന്നത്. പ്രത്യേകിച്ചും സദാനന്ദ മാസ്റ്റർ CPIM-ന്റെ ഇത്തരം ആരോപണങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായി മറുപടി പറഞ്ഞു തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ വിഷയത്തിൽ MP ആയി വിലസാമെന്ന മോഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് MV ജയരാജൻ പറയുമ്പോൾ ആ വാറോല മടക്കി കെട്ടി അങ്ങ് അലമാരയിൽ വെച്ചാൽ മതി എന്നാണ് സദാനന്ദൻ ഈ വിഷയത്തിൽ ഇപ്പോൾ MV ജയരാജനും CPIM-നും നൽകുന്ന മറുപടി. MP ആയി വിലസുന്നത് തടയാൻ MV ജയരാജനെ കൊണ്ട് പറ്റില്ല, സഖാവിന്റെ സൈന്യവും അതിന് പോരാതെ വരും എന്നതാണ് പറയുന്നത്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ്. ബോംബും വാളും മഴുവും നൽകി പറഞ്ഞയച്ചതിനനുസരിച്ച് കൊടും ക്രൂരത കാണിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ജയിലിലുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ വിലപിച്ചിട്ട് കാര്യമില്ല എന്നും സദാനന്ദൻ മാസ്റ്റർ മറുപടിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ MV ജയരാജൻ ഈ പറഞ്ഞതുപോലെ ഉയർത്തിയ മറ്റൊരു വിമർശനം സദാനന്ദൻ എങ്ങനെ MP സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള ആളുകളുടെ രാജ്യസഭ നാമനിർദ്ദേശം ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് സദാനന്ദൻ എങ്ങനെ അവിടെ എത്തി. അത് RSS കൊണ്ടുവന്നതാണ്. ഒരു ഘട്ടത്തിൽ പ്രഗ്യാ സിംഗ് താക്കൂറിന് പകരമായാണ് സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നതടക്കമുള്ള അതിരൂക്ഷ വിമർശനം MV ജയരാജൻ നടത്തി. അതിനെല്ലാം മറുപടി സദാനന്ദൻ പറഞ്ഞു പോവുകയാണ്. അതിനുള്ള മറുപടിയായി പറയുന്നത്, ഞാൻ രാജ്യസഭാംഗമായത് രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ്, ലോക നേതാവായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമാണ് തന്നെ അവിടേക്ക് എത്തിച്ചത്. ശരി നിഖിൽ, അപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും വാക്പോര് തുടരുകയാണ് CPM-ന്റെയും അതേപോലെ തന്നെ RSS-ന്റെയും ഒക്കെയും.